കുട്ടികളും സുഹൃത്ത് സാറാണ്. നമ്മുടെ NDA 2 2024 സെപ്റ്റംബർ 1 നമ്മുടെ കേരളത്തിൽ നിന്നും കുട്ടികൾ പഴയതിനേക്കാൾ ഒത്തിരി പേര് എഴുതാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ +2 പഠിക്കുന്നവരും ഒന്ന് എഴുതി നോക്കുന്നുണ്ട്. ഒന്ന് പയറ്റി നോക്കാം അല്ലേ, ഒന്ന് വാള് വീശി നോക്കാം വല്ലതും നടക്കുമോ എന്ന്. എന്തായാലും +2 ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തിരി പാടായിരിക്കും. ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരി ഏറെ പാടായിരിക്കും. കാരണം നമുക്ക് +1 ഫുള്ളായിട്ട് പഠിച്ചത് വെച്ചുകൊണ്ടും +2 ഇതുവരെ പഠിച്ചത് വെച്ചുകൊണ്ടൊക്കെ ഒരുവിധമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. പക്ഷെ എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷേ നമുക്ക് കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞവർ, ഇപ്പം +2 കഴിഞ്ഞവരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. നമുക്കിനി ഏകദേശം 45-46 ആ റേഞ്ചിലൊക്കെ ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ +2 കഴിഞ്ഞവർക്ക് നല്ല രീതിയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. അവരിപ്പോൾ കീമിൻ്റെയൊക്കെ റിസൾട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയുള്ള ദിവസം ആ ഒരൊറ്റ ചൂട് മതി, മീൻസ് ആ സീരിയസ്നെസ് മതി നമുക്ക് പഠിച്ചെടുക്കാൻ. NDAയും കീമും ഒക്കെ ഏകദേശം ഒരേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ബട്ട് നമുക്ക് ഇത്തിരി കൂടുതൽ ടോപ്പിക്സുകൾ ആഡ് ചെയ്ത് പഠിക്കാനുണ്ട് NDAയ്ക്ക്. ആ എക്സ്ട്രാ, അത് പ്രത്യേകിച്ച് മാത്സിന്, മറ്റുള്ളതിനൊന്നും അത്രയും പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് +1 +2 ഒരുവിധം നല്ലപോലെ ഒരുവിധം കുട്ടികൾക്കറിയാം. ഈ രണ്ടെണ്ണത്തിനെ വെച്ചുകൊണ്ട് നമുക്ക് 2 സബ്ജക്റ്റിലും 2 എക്സാംസിനും മുന്നോട്ട് വരാൻ പറ്റും, മാത്സും ഇംഗ്ലീഷും. അതിനോട് സപ്പോർട്ട് ചെയ്യാൻ ഇംഗ്ലീഷിലൂടെ ഫിസിക്സും കെമിസ്ട്രിയും ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് ഇത്തിരി പ്രയോജനം ചെയ്യും. അവനെയും കൂടെ ചേർത്ത് പിടിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള സമയം കൊണ്ട് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു റാങ്കിലെത്താൻ പറ്റും. അല്ലാതെ നിങ്ങൾ ലാസ്റ്റ് നിമിഷം എന്തെങ്കിലും പഠിച്ച് കിട്ടിയാൽ കിട്ടട്ടാ എന്നുള്ള രീതിയാക്കി കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളിപ്പോൾ നോർത്തിലേക്ക് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കുട്ടികൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ അത്രയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അതിനേക്കുള്ള അവയർനെസ് ഇങ്ങനെ എല്ലാവർക്കും കിട്ടിത്തുടങ്ങിയേക്കുന്നത് കുറവാണ്. പതുക്കെ ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ +2 പഠിക്കുന്നവരിലൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, ജോയിൻ ചെയ്ത് കുഴപ്പമില്ല. ഒത്തിരി പേര് അവരിപ്പോൾ എക്സാം എഴുതുന്നുമുണ്ട്. അപ്പോൾ മറ്റുള്ളവരും ഉണ്ട്. എന്നാലും എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തിനേക്കാളും +2 പഠിച്ചുകൊണ്ടിരുന്നവർ ഈ വർഷം NDAയ്ക്ക് എക്സാം എഴുതാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം അതിനും കൂടുമായിരിക്കും അല്ലേ, നല്ലത് തന്നെ. നമ്മുടെ കുട്ടികൾക്ക് നല്ല കഴിവുണ്ട്, പക്ഷേ അതിനുള്ള സോഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയുള്ള സമയം ഇത്തിരി കൂടുതൽ വർക്ക് ചെയ്താൽ, മീൻസ് നല്ല സമയം, ഞാനത് പറയുന്നില്ല ഇന്ന ടൈം ടേബിളൊക്കെ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ ടൈം ടേബിൾ പലർക്കും പലതാണ്. ഞാനിപ്പോൾ 7 മണിക്ക് നിങ്ങളിരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും 7 മണിക്ക് ഫ്രീ ആണോ? അല്ല. അപ്പോൾ നിങ്ങളുടെ സമയം കൺവീനിയൻ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ച് നിങ്ങൾ കൂടുതൽ സമയം വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സമയം എപ്പോഴാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളാണ് മാനേജർ, നിങ്ങളുടെയാണ് കമ്പനി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ കമ്പനി. നിങ്ങളാണ് അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ കൺവീനിയൻ്റ് ആയിട്ട് പറ്റുന്നതെന്നുള്ളത് വെച്ചുകൊണ്ട് പഠിച്ചോണം. രണ്ടാമത് ഇതിൻ്റെ മെറ്റീരിയൽസ്. പഠിക്കുന്നത് കൊണ്ട് മാത്രം, വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം പെർഫോം ചെയ്ത് ടോപ്പിലെത്താൻ പറ്റണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളെ മാക്സിമം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം അത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറേ പഠിച്ചു പക്ഷെ അവിടെ എത്തുമ്പോൾ വേറെയൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മാക്സിമം നിങ്ങൾ അതിനോട് ചെയ്താൽ ഉറപ്പിച്ച് ഇത്തിരി നല്ല സമയം, എൻ്റെ നോട്ടത്തിൽ ഒരു മിനിമം ഒരു 4 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ SSB ഇൻ്റർവ്യൂ. അതിന് സ്പെഷ്യലായിട്ട് മറ്റൊരു രീതി കൂടെ ഉള്ളതാണ്. അതൊരു ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതും 5 days ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, 5 ദിവസം. അതും ഇത്തിരി ഒരു കടമ്പ തന്നെയാണ്. അതുകൂടെ കവർ ചെയ്ത് അപ്പുറത്തെത്തിയാൽ രക്ഷപ്പെട്ടു. അതിന് ഇത്ര മാർക്കുണ്ട്. എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് 1800 നമ്മുടെ മാർക്ക് വരാൻ പോകുന്ന റാങ്കിന് വേണ്ടി. അതെന്തിൻ്റെയൊക്കെയാണ്? നമ്മുടെ റിട്ടേൺ എക്സാം പ്ലസ് SSB ഇൻ്റർവ്യൂ രണ്ടും 900 വെച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. വർക്ക് ചെയ്യുന്നത് മിനിമം 4 അവേഴ്സ് വർക്ക് ചെയ്യണം. അതിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് പറ്റും. ചെയ്യാൻ പറ്റിയാൽ നല്ലത് തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ക്ലാസ് ജോയിൻ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ ടോപ്പ് സബ്ജക്ട്സുകളുടെ
ഏറ്റവും നല്ല ക്ലാസ്സുകളും മെറ്റീരിയലും തന്ന് ഇത്രയുമേ ഉള്ളൂ ഈ സെപ്റ്റംബർ ഫസ്റ്റിനുള്ള എക്സാമിൻ്റെ ടോട്ടൽ ഫീ. ഫിസിക്സ് കിട്ടും, മാത്സ് കിട്ടും, കെമിസ്ട്രി കിട്ടും, 2 നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് ആൻഡ് ജനറൽ നോളജ് അത്രയും കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാക്സിമം പഠിപ്പിച്ചു തന്ന് മീൻസ് ഉറപ്പിച്ച്, അതുകൊണ്ട് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കേട്ടോ ഇത് പഠിക്കുന്നത് കൊണ്ട് കേട്ടോ. കിട്ടിയോ കിട്ടത്തില്ലയോ, ഞാനത് എപ്പോഴും കുട്ടികളോട് പറയാതെ, കിട്ടിയില്ലെങ്കിൽ നഷ്ടമായി ഒരിക്കലുമില്ല. പഠിച്ച് തലയിൽ വെച്ചത് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. എപ്പോഴും അതിൻ്റെ പ്രയോജനം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.